അല്ലാതെ ഏതെങ്കിലും കാര്യം തോന്നുന്നുണ്ടോ? ഈ ഷൈൻ ടോമും മറ്റൊരു ലൈസൻസ് IP പറഞ്ഞ ഒരു നാട്ടിൽ കൊടുത്തൊരവസ്ഥയിലാണ്. അവർ ചിലപ്പോൾ നേരിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവും. അല്ലാതെ ഏതെങ്കിലും ഒരു നടനോ നടിയോ ഒരു ഡയറക്ടറോ ഒരു ചീഫ് ടെക്നീഷ്യനോ ഒരു ലഹരി സംഘവുമായിട്ട് ഡയറക്റ്റ് ഡീൽ ഉണ്ടാവും എന്നുള്ളത് അവർ മെയിൻറ്റെയിൻ ചെയ്യും. അവർ അത്ര പൊട്ടന്മാരും മണ്ടന്മാരും അല്ല. ഇതിലൊക്കെ പെടുന്നതും അല്ലെങ്കിൽ പെട്ടിട്ടുള്ളതും ഒക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എത്ര സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൂടി അവരാരെങ്കിലും ഏതെങ്കിലും നടന്ന നടിയുടെ പേര് പറഞ്ഞു? അല്ല, സായി വിശ്വസിക്കുന്നുണ്ട് പല ഈ മലയാളത്തിലെ പ്രമുഖരെ ഇതിൽ പിന്നിലുണ്ട്, ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ ഇതിലുണ്ട്. ഞാൻ ആരെയും കണ്ടിട്ടില്ല ഉപയോഗിക്കുന്നത്. എൻ്റെ അറിവിലേക്ക് വേറെ ആളുകൾ പറഞ്ഞു തന്ന ഇൻഫർമേഷൻ എനിക്ക് അത് പൊതുവെ പറയാൻ പറ്റും. സിമ്പിളാണ്. ഇപ്പം ഈ ബ്രോ പറഞ്ഞില്ലേ ഒറ്റയടിക്ക് ശ്രീനാഥ് വാസി ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ നമുക്ക് ബ്ലഫായിട്ടൊരു കാര്യം പറയാൻ പറ്റും. പലരും ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആര് എന്തെന്നുള്ളതൊന്നും നമുക്ക് നമ്മളുടെ ഒരു പ്രൂഫോ കാര്യങ്ങളോ നമ്മളെ കണ്ടു നിന്ന് നടക്കാൻ നമ്മളിങ്ങനെ പറയും. അല്ലെങ്കിൽ പിന്നെ ശ്രീനാഥ് വാസിനെയൊക്കെ പിടിച്ച പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കാനെ പിടിച്ച പോലെ മകവും മുടിയൊക്കെ ആയിട്ട് പിടിക്കണം എന്നാ നടക്കും. അല്ലാത്ത പക്ഷെ എങ്ങനെ പറയാൻ പറ്റും? ഇതുപോലെ ലഹരിക്ക് ഉപയോഗിച്ച് നാളെ എന്നെ ശാന്തിയുള്ള ദിനേശ് എന്ന് പറയും. ഞാനോ പറഞ്ഞത് ഈ ഷൈനെ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരൊക്കെ പോലെ ഈ ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ആസ്പദമായി ശിക്ഷിക്കപ്പെടുന്ന കേസ് വരുന്നത് ഇവരൊക്കെ ഇനി വരുന്ന സിനിമകളിൽ അഭിനയിപ്പിക്കുന്നതിന് എന്താണ് അല്ല, ഞാൻ ഈ അൻസിബ പറഞ്ഞതിനോട് അൻസിബയ്ക്ക് ഭയങ്കര ക്രിറ്റിസിസം വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി അൻസിബ പറഞ്ഞതിനോട് ഒരു പരിധി വരെ യോജിക്കുന്നു. കാരണം അവർക്കൊരു ചാൻസ് കൊടുക്കണം. കാരണം അവിടെ കള്ളനും കൊലപാതകനും പീഡകനും വരെ ചാൻസ് കിട്ടുന്നുണ്ട് അല്ലേ? ഇവർക്കൊരു ചാൻസ് കൊടുക്കണം സൊസൈറ്റി. വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ചാൻസ് കൊടുക്കുമ്പോൾ അത് കൃത്യമായി മോഡറേറ്റ് ചെയ്യാൻ പറ്റും. AMMA അസോസിയേഷൻ അങ്ങനെ ഒരു ചാൻസ് അവരുടെ രംഗത്തിന് കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റണം. ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും, അത് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിനുശേഷം അവർ ഓക്കെ ആയതിനു ശേഷം അവർ അഭിനയിപ്പിച്ച് കുഴപ്പമില്ല. കാരണം എല്ലാം ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളല്ല, ടാലൻറ്റ് വേസ്റ്റായി പോകാൻ പാടില്ല. അത് ചെയ്യാൻ പറ്റും. അത് ബാക്കി മാത്രം ഒതുങ്ങി പോകരുത്. ഇപ്പോൾ സായിൻ്റെ പുതിയ പടം വരികയാണ്, എപ്പോഴും പടം ചെയ്യാൻ പോവുകയാണ്. സായി ഒരു ടീമായിട്ട് കിക്കിൻ്റെ ഒരു പടം വരുന്നുണ്ട്. അപ്പോൾ ഈ കിക്കിൻ്റെ ഈ പടത്തിൽ ലഹരി ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ലഹരിയുള്ള ആൾക്കാരെ ഇങ്ങനെ ഈ സിനിമയിലൊക്കെ അഭിനയിപ്പിക്കില്ല, അങ്ങനെ എന്തെങ്കിലും ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം നമുക്ക് പറയാൻ പറ്റും. ഇപ്പം എൻ്റെ മുന്നിൽ ക്യാമറയും പിടിച്ച് നിങ്ങൾ ആരെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ പറയാം ഇല്ല, എങ്ങനെ പറയാൻ പറ്റും? സെറ്റ് വെച്ച് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷൈൻ ടോമിൻ്റെ മൊഴി തന്നെ പറയുന്നുണ്ടല്ലോ, ഒരുപാട് പ്രമുഖ നടന്മാർ കൊടുക്കുന്നു പറയുന്നുണ്ടല്ലോ, പെടുന്നുള്ളൂ. അപ്പം ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നല്ലോ പറയുന്നത്. ആണ് പേര് പറഞ്ഞു. പേരിപ്പോൾ ഷൈൻ ടോമും പറഞ്ഞിട്ടില്ലല്ലോ. ഷൈൻ ടോം പറഞ്ഞോ നമുക്കറിയാം. ഈ ലഹരിയുടെ പേര് പറഞ്ഞോ ഇല്ലേന്നുള്ളതിനെക്കുറിച്ചില്ല. പേര് പറഞ്ഞോ ഇല്ലേന്ന് കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഇല്ല. മൊഴി കൊടുത്തത് പോലീസിനാണ്. മൊഴികളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? പ്രമുഖ വ്യക്തി അല്ലെങ്കിൽ സിനിമാ ഫാമിലിയിൽപ്പെട്ട ആരോ എന്നാണ് പറഞ്ഞത്. അത് ആരാന്നുള്ളത് അവരും പുറത്തു വിട്ടിട്ടില്ല. ഷൈൻ ടോം പറഞ്ഞോ ഇല്ലെന്ന് നമ്മളെക്കുറിച്ച് അറിയുന്നു. ഇപ്പോൾ ഷൈൻ ടോം അവരോട് പറയുകയാണെങ്കിൽ അത് ആ വാർത്ത പുറത്തു വരും എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും വരും. നിയമത്തിന് ആ നടന്മാർ ഇവിടെ ആരും അറിയരുത് എന്ന് പറഞ്ഞു കൊടുത്ത കംപ്ലൈന്റ് പുറത്തു വന്നോ? അത് ഷൈൻ ടോം ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ കേസിൽ ഒളിക്യാമറ എന്ന് പറഞ്ഞ നാടകം ഇവിടെ നടന്നോ? അതെ. അപ്പോൾ പുറത്ത് വരില്ല എന്ന് തോന്നുന്നുണ്ട്. ചുമ്മാ പുറത്ത് വരും. അതൊക്കെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് പോവുക. അതായത് ഷായി അഭിനയിക്കുന്ന സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നത് കണ്ട ഷായി എങ്ങനെ പ്രതികരിക്കും? ഞങ്ങൾ സിനിമ അടിക്കുകയാണെങ്കിൽ അവിടെ IC കാണും. നമ്മൾ നേരിട്ട് പോയിട്ട് അടിച്ച് പൊട്ടിക്കാൻ സൂപ്പർമാനൊന്നും അല്ലല്ലോ. IC കാണും. കംപ്ലൈൻറ്റ് വന്നാൽ നേരെ IC-യിലാണ് പോവുക അല്ലേ? അങ്ങനെ ഒരാളുടെ പേരിലൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നേരെ IC-യിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക.